കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹവുമായി ആറളത്ത് പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയാണ്. വനംവകുപ്പ് മന്ത്രി നേരിട്ടെത്തി തങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാകണം, എഴുതി ഒപ്പിട്ട് നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഏറെ നേരം നീണ്ട പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അവിടെ തടഞ്ഞ് വെച്ചുകൊണ്ട് വാഹനം, ആംബുലൻസ് തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പ്രതിഷേധം ഉയർത്തുന്നത്. ജനപ്രതിനിധികളെയും തടഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പുണ്ടായ ശേഷം മാത്രം മതി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത് എന്ന തീരുമാനമാണ് ഇപ്പോൾ പ്രദേശവാസികൾ എടുത്തിരിക്കുന്നത്. പോലീസ് നേരെയും ഒക്കെ തന്നെ അതിശക്തമായ ഭാഷയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ ഭരണാധികാരികൾ? വോട്ടിന് വേണ്ടി മാത്രമാണോ അവർ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നത്. രാഹുൽ കെ വിയിലേക്ക്. രാഹുൽ, പ്രതിഷേധത്തിന് ശമനമുണ്ടോ? മറ്റാരെങ്കിലും അവിടേക്ക് എത്തുന്നുണ്ടോ? പ്രതീക്ഷ കൂടുതൽ പോലീസ് സ്ഥലത്തുണ്ട്. മന്ത്രി എത്താതെ, വനം മന്ത്രി എത്താതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഉറച്ച നിലപാട്. ആംബുലൻസുകൾ തടഞ്ഞിരിക്കുകയാണ്. തത്സമയം ദൃശ്യങ്ങൾ ആംബുലൻസിൽ നിന്നാണ്. മൃതദേഹം 2 ആംബുലൻസിലായാണ് വന്നത്. അവരുടെ ബന്ധുക്കൾ കൂടി നമ്മോടൊപ്പം ചേരും. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടും കുറേ സമയം ആയല്ലോ. നമ്മൾ കുറേ സമയം ഇവിടെ എത്തിയില്ലെങ്കിൽ ബന്ധുക്കളാണ്, നമ്മളെ ബന്ധുക്കൾ തന്നെ അവരും. പക്ഷെ അവരെന്നെ വിടുന്നില്ല. അവർക്ക് നീതി കിട്ടാൻ നേതാക്കളെല്ലാം വരണമെന്നല്ല അവരും പറയുന്നത്. പിന്നെ നമ്മളെ ഇവിടെ വെച്ചിട്ടും കാര്യമില്ല. രാവിലെ തൊട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റോട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അമ്മമ്മ എൻ്റെ ബോഡി ഫുൾ പോയിന്, ഒന്നുമില്ല, തലയൊന്നുമില്ല. അമ്മമ്മ ചവിട്ടുണ്ട് മൊത്തം പോയായിരുന്നു. അമ്മമ്മനും അവിടെ വെച്ചിട്ടുന്ന കാര്യമോ? ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ മാമനിപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. മാമൻ ഒരിക്കൽ പോയിട്ട് മാമന് വിട്ടില്ല. ഇനി എന്താ നടക്കുന്ന തീരുമാനിക്കട്ടെ അവർ.